ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറാറ സെറ്റാണ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലും പാൻറ്റും ഷോളും പ്ലെയിനും ആയിട്ടാണ് ചെയ്തിട്ട് എടുക്കുന്നത്. 2.5 മീറ്റർ മെറ്റീരിയലാണ് ടോപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ലൈനിങ് എടുത്തിട്ടുണ്ട് 2 മീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനായിട്ട് ലൈനിങ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസും അതുപോലെ തന്നെ ഷോൾഡറും 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 7 ഇഞ്ചസ് ആം ഹോളിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലായിട്ട് ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് സീവ് ലെവൻസും കൂടെ ചേർത്തിട്ട് 11 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വന്നിട്ടുള്ള ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി ബോഡി ലെങ്ത്തായിട്ട് 16 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പോയിന്റിൽ നിന്നായിട്ട് വേസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. 10 ഇഞ്ചസ് ആണ് വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത്. സീവ് ലെവൻസും കൂടെ ചേർത്തിട്ട് 10 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇനി പോയിന്റുകളൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഇനി വേസ്റ്റിൽ ഇതാ ഈ ഒരു എൻഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തും ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് എടുക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 4 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതേപോലെ തന്നെ മെയിൻ മെറ്റീരിയലും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെയിൻ മെറ്റീരിയലായിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ ലൈനിങ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ 25 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് സ്ലീവ് റൗണ്ട് ഒരു 6 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 2 സൈഡിലോട്ടും സ്ലീവിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിൻ്റെ അടിയിലോട്ടായിട്ട് പ്ലീറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ 18 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലെങ്ത്ത് വന്നിട്ട് മുട്ടിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണോ വന്നിട്ടുള്ളത് അതിൻ്റെ ഡബിൾ ആയിട്ടാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡിലോട്ടും സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ട് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ലൈനിങ് ആണിത്. ഇതാ നമ്മളിതുപോലെ കോണായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത്. അംബ്രല്ല കട്ടിലാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലായിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് വെച്ചിട്ട് തന്നെ ഇതിൽ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലൈനിങ്ങിലായിട്ട് വേസ്റ്റിന് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ആയിട്ട് 17 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചുറ്റും ഇതുപോലെ 17 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 2 പീസുകളായിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. ഫസ്റ്റിന് നമ്മൾ നെക്കാണ് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിലായിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതിൻ്റെ ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ റോങ് സൈഡിൽ നിന്നായിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. ഇനി ഒരു സ്റ്റിച്ചിൽ തട്ടാതെ നെക്കിൻ്റെ ചുറ്റും ഇതുപോലെ കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഫ്രണ്ട് നെക്കിന് മാത്രം ഇതുപോലെ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഷോൾഡറുകൾ ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കായിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നത്. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്കിനി ബാക്ക് നെക്കും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിലായിട്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവിനെ ജോയിൻ ചെയ്തിട്ട് എടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്യുന്ന മുന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് 2 സൈഡിലോട്ടും കൂടെ ആയിട്ട് സ്ലീവിനെ ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ രണ്ട് സൈഡിലും സ്ലീവ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിതിൽ സ്ലീവിൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ആക്കിയിട്ടും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ ഇതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറിയൊരു കട്ടിട്ട് മാർക്കിട്ട് കൊടുക്കുക. നമ്മളിനി ഇതിൽ സ്കേർട്ടിൻ്റെ പോർഷൻ ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതാ ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ചെറിയ പ്ലീറ്റുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ രണ്ടിലും സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഒരു സൈഡിലായിട്ട് നമ്മൾ പ്ലീറ്റ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഇനി റോങ് സൈഡിൽ നിന്നായിട്ട് നമ്മുടെ ആ ഒരു പ്ലീറ്റിൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിനി സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും കൂടെ പ്ലീറ്റും ലൈനിങ്ങും കൂടെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ രണ്ട് സൈഡും നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സൈഡുകൾ കൂട്ടിയിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. സ്ലീവിൻ്റെ അവിടെ മുതൽ വേസ്റ്റിൻ്റെ കുറച്ച് താഴെ വരെ മാത്രം ലൈനിങ് കൂടെ ചേർത്തിട്ട് കൂട്ടി സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുക. ബാക്കി വരുന്ന ഭാഗം ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് പാൻറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ സർക്കിൾ അംബ്രല്ല പാൻറ്റാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ 5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലൈനിങ്ങിനായിട്ട് ക്രേപ്പിൽ 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ജോർജറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കറക്റ്റ് ഹാഫായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓരോന്നും 2.5 മീറ്ററാണ് അപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 2.5 മീറ്ററിൽ വരുന്ന 2 പീസസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് രണ്ടും നമുക്കിനി കോണായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെക്കണം. അംബ്രല്ല സ്കേർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ പാൻറ്റിൻ്റെ 2 സൈഡിലോട്ടും ഇതുപോലെ ഓരോ കോണായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് എത്രയാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത് അതിനേക്കാളും നമുക്കൊരു 5-6 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് 34 ഇഞ്ചസാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 6 ഇഞ്ചസും കൂടെ ചേർത്തിട്ട് 40 ഇഞ്ചസാണ് ഈ വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പാൻറ്റിനായിട്ട് ഇതുപോലത്തെ 2 പീസസാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു പീസ് തന്നെ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പം 8 ഫോൾഡിങ് ടോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു വേസ്റ്റ് മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള 40 ഇഞ്ചസിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ 5 ഇഞ്ചസാണ് ഒരു സൈഡിൽ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ 5 ഇഞ്ചസ് നമ്മൾ മറ്റേ സൈഡിലും കൂടെ വേസ്റ്റിനെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അവിടെ മുതൽ താഴോട്ട് ഞാനൊരു 37 ഇഞ്ചസാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. വേസ്റ്റിൻ്റെ അവിടെ നന്നായിട്ട് താഴോട്ട് ഇതുപോലെ ചുറ്റിലും 37 ഇഞ്ചസ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ലെങ്ത്ത് കട്ട് ചെയ്തെടുത്ത് നമുക്കിനി ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഇതൊന്ന് നിവർത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മളിത് ഫുള്ളായിട്ട് നിവർത്തിയിട്ടില്ല, ഇതുപോലെ ഒന്ന് പകുതി നിവർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ 2 പീസിലും ഒരു സൈഡിൽ ഓപ്പണിങ്ങും ഒരു സൈഡിൽ ഫോൾഡിങ്ങും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിന് സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 10 ഇഞ്ചസ് ലെങ്ത്തിൽ ഇതുപോലെ സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നായിട്ട് ഇതുപോലെ ഒരു 2 ഇഞ്ചസ് വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ 2 ഇഞ്ചസ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നായിട്ട് നേരെ നമ്മുടെ വേസ്റ്റ് റൗണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു കോണായിട്ട് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് രണ്ടും 2 സൈഡിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു സീറ്റ് ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ പാൻറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഫോൾഡ് ചെയ്യുന്ന പോലെയാണ് ഇത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ജോർജറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാൻറ്റ് വെച്ചിട്ട് നമ്മളിതിൻ്റെ വേസ്റ്റും സീറ്റ് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ലൈനിങ്ങിലായിട്ട് വേസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് 10 ഇഞ്ചസ് ആണ്. ലൈനിങ് നമ്മൾ 4 ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സീറ്റ് ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 37 ഇഞ്ചസ് തന്നെയാണ് ലൈനിങ്ങിൽ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നായിട്ട് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 20 ഇഞ്ചസ് തന്നെയാണ് ബോട്ടം വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബോട്ടം വിഡ്ത്തിൽ നിന്നായിട്ട് സീറ്റ് ലെങ്ത്തിലോട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസിൽ വന്നിട്ടുള്ള പലാസോ പോലെയാണ് നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാൻറ്റിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാൻഡ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ബാൻഡിൻ്റെ ലെങ്ത് ആയിട്ട് 4.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണോ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ കറക്റ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ 40 ഇഞ്ചസ് ആണ് ബാൻഡിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മെയിൻ മെറ്റീരിയലായിട്ട് ഇതുപോലെ ഈ ഒരു സീറ്റ് ലെങ്ത്ത് കട്ട് ചെയ്തെടുത്ത ഭാഗത്തായിട്ട് ഇതുപോലെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു സൈഡ് നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നമ്മൾ സീറ്റ് ലെങ്ത്ത് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി ലൈനിങ്ങിലും കൂടെ ഒരു സൈഡ് സീറ്റ് ലെങ്ത്ത് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ലൈനിങ്ങിലായിട്ടും ഒരു സൈഡിൽ സീറ്റ് ലെങ്ത്തിൻ്റെ ഭാഗത്തായിട്ട് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ കൂട്ടി സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ റോങ് സൈഡിലായിട്ട് അതിൻ്റെ ലൈനിങ്ങും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സീറ്റ് ലെങ്ത്ത് കറക്റ്റ് ഒരുമിച്ച് വരുന്ന രീതിക്ക് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. രണ്ടിൻ്റെയും റോങ് സൈഡ് ഉള്ളിലായിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കൂട്ടിയിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടിലും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സീറ്റ് ലെങ്ത്തിൻ്റെ ആ ഒരു സ്റ്റിച്ച് കറക്റ്റ് ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ. ഞാനിപ്പോൾ ഇതിൽ സെൻട്രൽ നിന്നായിട്ടാണ് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുള്ളത്. ഒരു സൈഡ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് രണ്ടും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാൻറ്റിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഇതുപോലെ ആ ഒരു സീറ്റ് ലെങ്ത്തിൻ്റെ ഭാഗത്തായിട്ട് ലൈനിങ്ങും കൂടെ ചേർത്തിട്ടൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ രണ്ട് എൻഡിൽ വന്നിട്ടുള്ള ആ ഒരു സീറ്റ് ലെങ്ത്ത് ഇതുപോലെ ആ ലൈനിങ്ങും കൂടെ ചേർത്തൊന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാൻഡ് ഇതിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലായിട്ട് റോങ് സൈഡിൽ നിന്നായിട്ട് ഈ ഒരു ബാൻഡ് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബാൻഡിനെ നമ്മൾ ഇതുപോലെ റോങ് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വിധത്തിലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. ബാൻഡിന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക്കിലായിട്ട് സേഫ്റ്റി പിൻ യൂസ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കായിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഇലാസ്റ്റിക്കും കൂടെ ചേർത്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനേക്കാളും 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് എൻഡിലായിട്ടും സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഈ രണ്ട് സൈഡിൽ വന്നിട്ട് സീറ്റ് ലെങ്ത്തും കൂടെ ചേർത്ത് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി പാൻറ്റിൻ്റെ എൻഡ് ഭാഗം ബോട്ടം ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ലൈനിങ് വേറെയും മെയിൻ മെറ്റീരിയൽ വേറെ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ബോട്ടം ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ട് പാൻറ്റിൻ്റെ ഈ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ ചേർത്ത് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിലായിട്ട് ഞാൻ ലൈനിങ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ മെറ്റീരിയലായിട്ട് ഈ ഒരു എൻഡിലായിട്ട് സിഗ്സാഗ് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ അംബ്രല കട്ട് വരുന്നതുകൊണ്ട് സിഗ്സാഗ് സ്റ്റിച്ച് കൊടുത്താൽ ഒന്നും കൂടെ ഫിനിഷ് ആയിട്ട് കിട്ടും. അത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിതാ ഇതുപോലെ സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 മീറ്റർ ഫാബ്രിക് യൂസ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്കിത് ഫുൾ ഫ്ലെയറിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ടായിട്ട് ഞാനൊരു ഷോളും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിലായിട്ട് സൈഡിൽ ടോപ്പിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ടി വെയർ സെറ്റ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.